Hello guys, welcome back to my channel. Guys, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വാഴയ്ക്കപ്പം. നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ തന്നെ വീട്ടിൽ ഇത് ചെയ്ത് നോക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഗൈസ്, നമുക്ക് ആ വീഡിയോ കാണാനായിട്ട് നേരെ വീഡിയോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് വാഴയ്ക്കപ്പം തയ്യാറാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. നമ്മൾ അതിൽ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 3 ഏത്തപ്പഴം ഞങ്ങൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായി എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉപ്പ് എടുക്കുന്നുണ്ട്, പിന്നെ പഞ്ചസാര എടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി, പിന്നെ 1/2 കപ്പ് അരിപ്പൊടി, പിന്നെ മൈദ മാവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അടുത്തുള്ള പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പാത്രത്തിലോട്ട് നമ്മൾ മൈദാ മാവ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് അരിപ്പൊടി ചേർക്കണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കലക്കി കൊടുക്കണം. ജസ്റ്റ് അതൊന്ന് മിക്സായി വരാൻ വേണ്ടിയാണ്, കുറുകി വരണം. അപ്പോൾ കുറുകി വരാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല മിക്സാക്കി ഇളക്കി കൊടുക്കേണ്ടതാണ്. നല്ല രീതിയിൽ മിക്സായി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. സോ ഫ്രണ്ട്സ്, അപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഇതേപോലെയാണ് നല്ല കുറുകി വരേണ്ടത്. ഇനി നമ്മൾ അതിലോട്ട് നമ്മൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം. സംഭവം എന്ന് പറഞ്ഞാൽ മധുരം അധികം കൂടി പോകാതിരിക്കാനാണ്. എന്നിട്ട് നമ്മൾ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. അത് കളറിനാണ്. അത് കളർ ആവശ്യമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല മഞ്ഞ കളറിൽ നമുക്ക് വാഴയ്ക്കപ്പം കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് നമ്മൾ കലക്കി കൊടുക്കണം. അത് നല്ല മിക്സ് ആയതിനു ശേഷം നമ്മൾ അതിലോട്ട് സോഡാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഒന്നുകൂടി ഒന്ന് കലക്കി കൊടുക്കണം. അപ്പം അതെല്ലാം നല്ല മിക്സായി വരുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പം നല്ല കുറുകി വന്ന മാവിലോട്ട് നമ്മൾ പഴം നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് നല്ല മാവുമായിട്ട് നല്ല പിടിക്കാനായിട്ടാണ്. അപ്പം പഴവും മാവുമായിട്ട് നല്ല മിക്സായി വരാനായിട്ട് നമ്മൾ പഴം നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കണം. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പാനിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായി വരാൻ വേണ്ടി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ലോ ഫ്ലെയിമിലോട്ടാക്കണം. അപ്പം നമ്മൾ നമ്മുടെ വാഴയ്ക്കപ്പം മാവൊക്കെ പറ്റിയിരിക്കുന്ന വാഴയ്ക്കപ്പം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആണ്. കാരണം നമ്മൾ മാവും അരിപ്പൊടിയൊക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ്, നല്ലൊരു ക്രിപ്സി ആയിരിക്കും നമുക്ക് തിന്നാനൊക്കെ. നല്ല രീതിയിൽ നല്ല മൊരിഞ്ഞ് വരണം. ഇപ്പോഴേ അതിൻ്റെ മണം നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ മൊഴിഞ്ഞ് വരേണ്ടതാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വാഴയ്ക്കപ്പം എന്താ നല്ല മൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ പ്ലേറ്റിലോട്ട് മാറ്റണം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വാഴയ്ക്കപ്പം നമ്മളിത് ആ പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ്. നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ വാഴയ്ക്കപ്പം തയ്യാറായിരിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞങ്ങൾ ഈ വൈകുന്നേരം 4 മണി പലഹാരമായിട്ടൊക്കെ ഞങ്ങൾ തയ്യാറാക്കുന്നൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.